കൂടെവിടേക്ക് ശേഷം പ്രേംപ്രകാശ് നിർമ്മിച്ച ചിത്രമായിരുന്നു പറന്ന് പറന്ന്. വളരെ വ്യത്യസ്തമായ ചിത്രമായിരുന്നു. പ്രശസ്ത ഛായാഗ്രാഹകൻ അശോക് കുമാറായിരുന്നു എൻ്റെ ക്യാമറ. പിന്നെ എന്താ പറയുന്നത്, വളരെ വ്യത്യസ്തമായ ഒരു റോഡ് മൂവി എന്ന് തോന്നുന്ന കുറേ സീക്വൻസസൊക്കെ എൻ്റെ ക്ലൈമാക്സ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തോ വ്യത്യസ്തമായ ചിത്രമാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്രയും ജനങ്ങൾ ആ ചിത്രം അങ്ങോട്ട് എത്തി എന്ന് തോന്നുന്നില്ല. പക്ഷേ പാട്ടുകൾ ശ്രദ്ധേയമായിരുന്നു. എങ്കിലും ആ പാട്ടുകൾ ഇത്രയും ഹിറ്റായാൽ പോരായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. 2 ഗാനങ്ങളായിരുന്നു, അതത്ര ഹിറ്റായി പോരായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ശരി, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു പറന്ന് പറന്ന് പറന്ന്. കരിമിഴി കുരുവികൾ കവിത മൂളിയോ, കദളി കൂമ്പിലെ തേക്കണം പോലെ അരുമയാ മൊഴികളെ സ്നേഹാമൃതം. കരളിലെ കുയിലുകൾ കവിത പാടിയോ. ദേശാടനക്കിളി കരയാറില്ല. വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ് ദേശാടനക്കിളി കരയാറില്ല. പത്മനാഭൻ സാറിൻ്റെ ഇതര ചിത്രങ്ങളൊന്നും മാറി ചിന്തിക്കുന്ന ഒരു ചിത്രം. ലാലും ഉർവശിയും അതുകൂടാതെ കാർത്തികയും ശാരിയും. ശാരി ആദ്യമായിട്ടാണ്, ഉർവശിയും ലാലും ആദ്യമായിട്ടാണ് പത്മനാഭൻ സാറിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു ചിത്രമായിരുന്നു ദേശാടനക്കിളി കരയാറില്ല. ഇതിൻ്റെ ഗാനങ്ങൾക്കുണ്ട് പ്രത്യേകത. ആദ്യമായിട്ട് രവീന്ദ്രൻ മാഷ് പത്മനാഭൻ സാറിനോടൊപ്പം ടീം ചെയ്യുന്ന ചിത്രമാണ് ഈ ദേശാടനക്കിളി കരയാറില്ല. വാനമ്പാടി എന്ന പാട്ടിൽ രവീന്ദ്ര മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മറ്റ് പാട്ടുകളിലെ പോലെ തന്നെ പല്ലവിയിലും അനുപല്ലവിയിലും ഒക്കെ തന്നെ സാധാരണ ഉള്ള ഒരു പദഘടനയിൽ വ്യത്യാസം വരുത്തിയാണ് പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മധുകര മൃദുരവ ലഹരിയിൽ അലിയുക നീന്ന് വരെ ഉള്ള അതിന് മുമ്പുള്ള ഭാഗം പോലും തുടങ്ങി ഇത്രയും വരെയും ഒരു വലിയ ഫ്രൈസാണ്. അത്രയും വലിയൊരു ഫ്രൈസ് സാധാരണ പല്ലവിയിൽ സാധാരണ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ അനുപല്ലവിയിൽ വരുമ്പോഴും ആ പാട്ടിൻ്റെ ഘടനയിൽ താളഘടനയിലാണ് അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മോഹനം എന്ന രാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. മോഹന രാഗത്തിൽ നിലവിൽ അദ്ദേഹം തന്നെയും അല്ലെങ്കിൽ മുൻപ് മറ്റ് പല മ്യൂസിക് ഡയറക്ടേഴ്സും ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിനോട് ഒരു സാമ്യം വരാതിരിക്കാൻ മനഃപൂർവ്വമായി അദ്ദേഹം ഒരു പദഘടനയിലും അല്ലെങ്കിൽ താളഘടനയിലും വ്യത്യാസം വരുത്തിയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും മോഹന രാഗത്തിലുള്ള മുമ്പുള്ള ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാനോ സാമ്യം തോന്നിക്കാനോ യാതൊരു സാധ്യതയുമില്ല. അതുതന്നെയാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൂവേണോ പൂവേണോ എന്ന പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും പത്മരാജൻ സാറും രവീന്ദ്രൻ മാഷുമായിട്ടും അധികം സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല. ഈ പാട്ട് ചിത്ര ചേച്ചിയാണ് പാടിയത്. മാഷിൻ്റെ ഒരു വളരെ എന്താ പറയുക, ഒരു പെക്യുലിയർ സോങ് തന്നെയാണ് ഈ പാട്ട്. മാഷ് ശുദ്ധസാവേരി രാഗത്തിലാണിത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പാട്ടുകൾ രവീന്ദ്രൻ മാഷിൻ്റെ ഉണ്ട് ഈ രാഗത്തിൽ. എങ്കിലും ചിത്ര ചേച്ചിയുടെ എൻ്റെ ഒരു ഫേവറേറ്റ് 10 സോങ്സിൽ ഒരു പാട്ട് പൂവേണോ പൂവേണോ എന്ന പാട്ടാണ്.